സ്നേഹമുള്ളവരെ, ഇന്ന് ക്രിസ്തുമസ് രാത്രി, ഏറെ പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു തിരുരാത്രി. ദൈവസ്നേഹം ഭൂമിയെ ചുംബിച്ചെടുത്ത രാത്രിയാണിത്. പരിശുദ്ധ തൃത്വം മനുഷ്യവംശത്തെ, മനുഷ്യത്വത്തെ തന്നെ ചേർത്ത് നിർത്തി മഹത്വീകരിച്ച ഒരു ദിവസം. ക്രിസ്തുനാമത്തിൽ ചരിത്രം വിഭജിക്കപ്പെട്ട ചരിത്രത്തിലെ ഒരേയൊരു ദിവസമാണ് ഇന്ന്. ഈ ക്രിസ്തുമസ് രാത്രിയിൽ ക്രിസ്തു പൂജാതനായതിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏവർക്കും ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. ക്രിസ്തുമസ് നമുക്ക് ഇന്ന് എന്താണ്? എല്ലാ കാലത്തും ക്രിസ്തുമസ് ഒരു ഒത്തുചേരലായിരുന്നു. ഇന്നും ക്രിസ്തുമസ് ഒരു ഒത്തുചേരലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, പല ദേശങ്ങളിലുള്ളവർ, വിദൂരങ്ങളിലുള്ളവരൊക്കെയും സാധിക്കുന്ന തരത്തിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണല്ലോ ഇന്ന്. ദൂരെയുള്ളവർ ആശംസകളിലൂടെ ഒന്നുചേരുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന്. ആദ്യത്തെ ക്രിസ്തുമസും ഇതേപോലെ തന്നെ ഒരു ഒത്തുചേരലായിരുന്നു. ഒരു തിരുവചനത്തിൻ്റെ ശക്തിയിൽ, ആ വചനം നൽകുന്ന സുരക്ഷിതത്വത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയ ദിവസം. ആ വചനം ഇതായിരുന്നു: ആട്ടിടയന്മാർക്ക് മാലാഖ കൊടുത്ത സന്ദേശം. ഇതാ, നിങ്ങൾക്ക് വേണ്ടി ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇതായിരിക്കുന്നു നിങ്ങൾക്കടയാളം. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ വാർത്ത കേട്ട് എല്ലാവർക്കും മനസ്സിലായി അവരവർക്ക് വേണ്ടിയിട്ടാണ് ഈ രക്ഷകൻ എന്നുള്ളത്. ഈ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പുൽക്കൂട്ടിലേക്ക് എത്തിയവരൊക്കെയും പല തരത്തിലുള്ളവരും പല വിഭാഗങ്ങളിൽപ്പെട്ടവരുമായിരുന്നു. അതിൽ യഹൂദരുണ്ടായിരുന്നു, പേർഷ്യക്കാരുണ്ടായിരുന്നു, അതിൽ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആട്ടിടയന്മാരുണ്ടായിരുന്നു, പണാധിപത്യം കൊണ്ട് സ്വർണവും മിറയും കുന്തിരക്കവും തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. അവരിൽ ജ്ഞാനികളെന്ന് വിളിക്കുന്ന പൂജരാജാക്കന്മാർ, ജ്ഞാനത്തിൻ്റെ അനന്തത കണ്ടവരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പാമരരായിട്ടുള്ള, ഒന്നും അറിയില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത ആട്ടിടയന്മാരുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ സ്ത്രീയായിട്ട് കന്യകാമറിയം ഉണ്ടായിരുന്നു, പുരുഷനായിട്ട് യോസേപ്പിതാവ് ഉണ്ടായിരുന്നു, കുഞ്ഞായിട്ട് ഉണ്ണിമിശിഹ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഒത്തുചേരലായിരുന്നു അത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ക്രിസ്തുവായിട്ടുള്ള ദൈവവും ഭൂമിയിൽ മനുഷ്യരും ഒത്തുചേരുന്ന ഒരു ഒത്തുചേരലായിരുന്നു. ക്രിസ്തുവിൽ തന്നെ ദൈവത്വവും മനുഷ്യത്വവും ഒത്തുചേർന്ന് മനുഷ്യനെ മഹത്വീകരിക്കുന്ന ഒരു ഒത്തുചേരലായിരുന്നു അത്. അവിടെ മൃഗങ്ങളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു, അവിടെ ആകാശമുണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു. അതായത് ഈ പുൽക്കൂടിൻ്റെ ഇട്ടാവോളം വട്ടത്തിൽ ഒത്തുചേർന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ, വിവിധ വിഭാഗങ്ങളിലുള്ളവർ, വിവിധ മതത്തിലുണ്ടായിരുന്നവർ, വിവിധ സംസ്കാരങ്ങളിലുള്ളവർ, ഭൂമി, ആകാശം, സ്വർഗം, മനുഷ്യത്വം, ദൈവത്വം എല്ലാം കൂടെ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ദൈവത്തിൻ്റെ കീർത്തനം കേട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ഈ കീർത്തനത്തിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷകൻ എന്നുള്ള സന്ദേശം നൽകുന്ന സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ ഒത്തുചേർന്നവർക്ക് ഒരു മനസ്സായിരുന്നു. ഈ മനസ്സാണ് യേശു അറിയപ്പെടുന്ന പേരായിട്ട് പ്രവാചകൻ അരുളി ചെയ്തത്. ഇതാണ് യേശു അറിയപ്പെട്ടത്. അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പേരെന്താണ്? യോസേപ്പ് പിതാവിനോട് പറയുന്നുണ്ട്, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്നാൽ യേശുവ, ജോഷുവയുടെ പേരാണത് ഹീബ്രു ഭാഷയിൽ. യേശു സംസാരിച്ച അറമായ ഭാഷയിലാണ് യേശു എന്ന് പറയുന്നത്. ദൈവം രക്ഷിക്കുന്നു. രക്ഷിക്കുന്നവനായിട്ടുള്ള ദൈവം അവനാരാണ്? അവൻ കൂടെ നിൽക്കുന്നവനാണ്. ആരുടെ കൂടെ? ഭൂമിയുടെ കൂടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി ഓരോ മനുഷ്യരുടെയും കൂടെ, പാവങ്ങളുടെ കൂടെ, പണക്കാരുടെ കൂടെ, ജ്ഞാനികളുടെ കൂടെ, പാമരരുടെ കൂടെ, ഒരു കുടുംബത്തിൻ്റെ കൂടെ, അങ്ങനെ കൂടെ നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദിവസമാണ് ഈ ക്രിസ്തുമസ് രാത്രി എന്ന് പറയുന്നത്.
ദൈവം കൂടെയുണ്ട് എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? നല്ല മനസ്സുള്ളവർക്ക് സമാധാനം നൽകിക്കൊണ്ട് ദൈവം കൂടെയുണ്ട്. നല്ല മനസ്സുള്ളവർക്കാണ് സമാധാനം. നല്ല മനസ്സുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല മനസ്സുണ്ടാവും. നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ. നമ്മുടെ ജീവിതം തന്നെ മാറ്റം വരുന്നത് എപ്പോഴാണ്? പ്രധാനപ്പെട്ട ഒരാൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്തയല്ലേ. കൂടെ നടക്കുന്നയാൾ പ്രധാനപ്പെട്ടവരും ബഹുമാന്യരുമാണ് എങ്കിൽ ഭാഷ തന്നെ വ്യത്യാസം വരും, ജീവിതം തന്നെ വ്യത്യാസം വരും. ഇതാ ഇന്ന് മുതൽ കൂടെയുണ്ട് ദൈവം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ദൈവം കൂടെയുള്ള ഒരു ജനമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അത് പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ആരും കൂടെ നിൽക്കുന്നവരില്ല എന്ന് വ്യഥപ്പെടുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് ഇതാ ദൈവം വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത്. ആർക്കും ആരുടെയും കൂടെ നിൽക്കാനായിട്ട് സമയമില്ല. ആർക്കും ആരുടെയും കൂടെ നിൽക്കാനായിട്ട് ജോലി സമ്മതിക്കുന്നില്ല. എത്ര ദിവസം നമ്മുടെ ദൂരത്തൊക്കെയുള്ള മക്കൾ വന്ന് കൂടെ നിൽക്കും? എത്ര നാൾ നമ്മുടെ മാതാപിതാക്കൾ വന്ന് കൂടെ നിൽക്കും? എത്ര നാൾ ജീവിത പങ്കാളികൾ കൂടെ നിൽക്കും? ആർക്കും ആരും ഇല്ല. എല്ലാവർക്കും അന്യരാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതാ അവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇമ്മാനുവലായിട്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം നൽകുന്ന സുരക്ഷിതത്വമാണ് ക്രിസ്മസ് രാത്രിയിലെ നമുക്ക് തരുന്ന സമാധാനം തരുന്ന സന്ദേശം. അതാണ് ദൈവം പറഞ്ഞത്. ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം, ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ മനസ്സുള്ളവർക്ക്, അതാണ് നല്ല മനസ്സ്. അങ്ങനെയുള്ളവർക്ക് സമാധാനം. തമ്പുരാൻ കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവന് ബത്ലഹേമിൽ പറഞ്ഞത്. ബത്ലഹേം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പത്തിൻ്റെ ഭവനം. അവിടെ അപ്പം കിട്ടും അത്രേ. ഏത് വീട്ടിൽ അപ്പം കിട്ടുന്നത്? അപ്പം കിട്ടുന്നത് ദൈവം കൂടെയുള്ളപ്പോൾ, ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ. ഒരിക്കൽ യേശു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5000 പുരുഷന്മാരും അതിനടുത്തുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് അപ്പം കൊടുക്കണം. ഈശോ പറയുകയാണ്, എവിടെ നിന്ന് അവർക്ക് അപ്പം കിട്ടും? അന്ത്രയോസാണ് ഒരു ബാലനെ കൊണ്ടുവരുന്നത്. ആ ബാലൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടായിരുന്നത്രേ, 2 മീനും ഉണ്ടായിരുന്നത്രേ. പന്തികളായിട്ടിരുത്ത് അപ്പം കൊടുക്കുന്നവനാണ് അവന്. അപ്പത്തിൻ്റെ ഭവനത്തിൽ യേശു വന്ന് ജനിച്ചത് മനുഷ്യർക്ക് മുഴുവനും അപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭൗതികമായിട്ടുള്ള അപ്പം മാത്രമല്ല. അതുകൊണ്ടാണല്ലോ അവൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഓരോ ദിവസത്തേനും വേണ്ട അപ്പം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവൻ പഠിപ്പിച്ചത്. എന്നത്തേനും വേണ്ട അപ്പമായിട്ട് അവൻ കൂടെ നിൽക്കുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തിൻ്റെ ഭവനം പ്രിയമുള്ളവരെ ഇന്ന് ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ദേവാലയങ്ങളാണ്, ക്രൈസ്തവ ദേവാലയങ്ങൾ. ഈ ദേവാലയമാണ് ബത്ലഹേം. ഈ ദേവാലയത്തിലാണ് നമുക്കെന്നും അപ്പം കിട്ടുന്നത്. എന്തപ്പമാണ്? അവൻ തന്നെയാകുന്ന അപ്പം. കൂടെ നിൽക്കുന്നവൻ, ഇമ്മാനുവലാവുന്നവൻ ബത്ലഹേമിൽ നമ്മുടെ കൂട്ടത്തിൽ, അപ്പത്തിൻ്റെ ഭവനത്തിൽ നമ്മുടെ കൂട്ടത്തിൽ. അതായത് ഓരോ വിശുദ്ധ കുർബാനയും ഓരോ ക്രിസ്മസ് രാത്രികളാണ്. ഓരോ വിശുദ്ധ കുർബാനയും ദൈവം ലോകത്തിലേക്ക് വന്ന ദിനങ്ങളാണ്. ഓരോ അൾത്താരയും പുൽക്കൂടുകളാണ്. ഈ അൾത്താരയിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യാതിരകത്താൽ നമുക്ക് കിട്ടുന്ന അപ്പം ഭുജിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ യാത്ര പൂർത്തിയാക്കാൻ. ഇമ്മാനുവലായിട്ടുള്ളവൻ ഇന്ന് കൗദാശികമായിട്ട് അപ്പമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അതായത് യേശുവിൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണെങ്കിൽ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമാണ്. ബത്ലഹേം അപ്പത്തിൻ്റെ ഭവനം. ദേവാലയമാകുന്ന ബത്ലഹേമിൽ ബലിപീഠമാകുന്ന പുൽക്കൂട്ടിൽ നിന്ന് ഓരോ ദിവസവും ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയാകുന്ന അപ്പം സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. ആദ്യമായിട്ട് ഈ ലോകത്തിൽ വിശുദ്ധ കുർബാനയായിട്ട് അവൻ മാറിയ ദിനത്തിൻ്റെ, മനുഷ്യന് വേണ്ടിയിട്ട് മാറിയ, മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനായിട്ട് തീർന്ന ഓർമ്മ ദിവസം. രണ്ടാമത്തെ ക്രിസ്തുമസ് ഒരു പക്ഷേ അവന് കാലിത്തൊഴുത്തിൽ പിറന്നവൻ കാൽവരി മലയിൽ അവിടെ കുരിശിൽ ചുട്ടെടുത്ത അപ്പമായിട്ട് നമുക്ക് കിട്ടി. അതാണ് അപ്പത്തിൻ്റെ ഭവനം. കാൽവരി കുരിശാണ് കുരിശിൽ ചുട്ടെടുത്ത അപ്പത്തിൻ്റെ ഭവനം. കാൽവരി കുരിശാണ്. മനുഷ്യനായിട്ട് തീർന്ന അവൻ അപ്പത്തിൻ്റെ ഭവനത്തിലായി തീർന്നു. അവന് കുരിശിൽ ചുട്ടെടുത്ത അപ്പമായിട്ട് കാൽവരി കുരിശിൽ മാറി. ഇന്ന് ഓരോ ദേവാലയങ്ങളിലും ബത്ലഹേമിൽ, ദേവാലയമാകുന്ന ബത്ലഹേമിൽ ദിവ്യകാരുണ്യ അപ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ വിശുദ്ധ
കുർബാന സ്വീകരിച്ച് എന്നും അവനോടുകൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അവനോടുകൂടെ ആയിരിക്കാൻ മാത്രമുള്ള നല്ല മനസ്സ് സ്വന്തമാക്കി ക്രിസ്തുമസിൻ്റെ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള കൃപ തമ്പുരാൻ തരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.